സോ സ്റ്റുഡൻസ്, നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ദർ ആർ ടു ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. ദോസ് ആർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. ആ ഒരു സിസ്റ്റത്തിൻ്റെ മാസിന് അത് ഡിപ്പെൻഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 1 ലിറ്റർ വാട്ടർ ഉണ്ട്. ആ ഒരു 1 ലിറ്റർ വാട്ടറിന് നമ്മൾ ഒരു 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലേക്ക് ഹീറ്റ് ചെയ്തു. ആൻഡ് ആ ഒരു വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തു, 2 കപ്പിലേക്ക് ഒഴിച്ചു. ഒരെണ്ണത്തിൽ ഒരു 600 ml വേറെ ഒരെണ്ണത്തിലേക്ക് 400 ml ഒഴിച്ചു കഴിഞ്ഞാൽ ആൻഡ് നമ്മൾ അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനും 60 ഡിഗ്രീസ് തന്നെ ഇരിക്കും. സോ അതിൻ്റെ മാസിൽ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരില്ല. അതേപോലെ തന്നെ ഡെൻസിറ്റി, 10 കിലോ ഉള്ള വെള്ളം എടുത്തു കഴിഞ്ഞാലും 1 ലിറ്ററുള്ള വെള്ളം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും ഡെൻസിറ്റി സെയിം ആയിരിക്കും. സോ അങ്ങനത്തെ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. നൗ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. ദീസ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, മാസ് കൂടുന്തോറും അല്ലെങ്കിൽ മാസ് കുറയുകയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയിൽ ചേഞ്ച് വരും. ഫോർ എക്സാമ്പിൾ, വോളിയം ആൻഡ് ടോട്ടൽ എനർജി. ഇപ്പോൾ 1 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം, അതേപോലെ തന്നെ 2 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം സെയിം ആയിരിക്കില്ല. അതുപോലെ തന്നെ 2 ലിറ്റർ വാട്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് 1 ലിറ്റർ വാട്ടർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 2 ലിറ്റർ വാട്ടറിനായിരിക്കും കൂടുതൽ എനർജി ഉണ്ടാവുക. കാരണം കൂടുതൽ മാറ്റർ 2 ലിറ്റർ വാട്ടറിലുണ്ട്. സോ ഇതാണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. വാട്ട് ഈസ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം? ഒരു സിസ്റ്റം സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്ത് തെർമൽ ഇക്വിലിബ്രിയം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ആൻഡ് കെമിക്കൽ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഓൾ ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, then we can say that the system is in thermodynamic equilibrium. Next നമുക്ക് thermal equilibrium എന്താണെന്ന് നോക്കാം. When the temperature of a system does not changes with respect to time is known as thermal equilibrium. സമയത്തിനനുസരിച്ച് ടെമ്പറേച്ചർ ഒരു സിസ്റ്റത്തിൽ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയാം. ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. There are no unbalanced forces within the system or between the surroundings. The pressure in the system is same at all points and does not change with respect to time. ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ സമയത്തിനോടനുസരിച്ച് ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. ആൻഡ് ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് ആ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പറയാം ഇറ്റ്സ് ഇൻ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം. നൗ നമുക്ക് കെമിക്കൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. നോ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സിസ്റ്റം ആൻഡ് ദ കെമിക്കൽ കോമ്പോസിഷൻ വിച്ച് ഈസ് സെയിം ത്രൂ ഔട്ട് ദ സിസ്റ്റം ഡസൻ വാരി വിത്ത് ടൈം. സോ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നില്ല ആൻഡ് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ത്രൂ ഔട്ട് യൂണിഫോം ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ കെമിക്കൽ ഇക്വിലിബ്രിയം. ഏതൊരു തെർമോഡൈനാമിക് സിസ്റ്റം ഒരു ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിൽ എന്ത് കണ്ടീഷനിലാണോ നിൽക്കുന്നത് അതിനെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയാം. ആൻഡ് ഒരു സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിക്കൽ ആയിരിക്കും. ആൻഡ് ഫോർ ഈച്ച് സ്റ്റേറ്റ് ഈച്ച് പ്രോപ്പർട്ടീസ് ആർ ഐഡൻറ്റിക്കൽ. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സ്റ്റേറ്റ് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ സിസ്റ്റം അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ആസ് ഡിസ്ക്രൈബ്ഡ് ഓർ മെഷേർഡ് ബൈ ഇറ്റ്സ് പ്രോപ്പർട്ടീസ്, or each unique condition of a system is called a state. Therefore, all the properties are identical for identical states. അടുത്തത് നമുക്ക് സ്റ്റേറ്റ് പോസ്റ്റുലേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഫോർ എ സിമ്പിൾ കംപ്രസിബിൾ സിസ്റ്റം ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ 2 ഇൻഡിപെൻഡൻറ്റ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ വാട്ടർ ഉണ്ട് ആൻഡ് നമ്മുടെ അടുത്ത് ഒരാൾ പറഞ്ഞു വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ആൻഡ് 1 atm പ്രഷറിലാണെന്ന് പറഞ്ഞു. സോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും വാട്ടറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറാണ് 100 ഡിഗ്രി സെൽഷ്യസ്. ആൻഡ് ആ ഒരു 100 ഡിഗ്രി സെൽഷ്യസും ആ ഒരു പ്രഷറും തന്നതുകൊണ്ട് നമുക്കതിൻ്റെ സ്റ്റേറ്റ് മനസ്സിലായി. എന്താണ്? സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ വാട്ടറിന് 2 സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് വേപ്പർ സ്റ്റേറ്റും
അതേപോലെ തന്നെ ലിക്വിഡ് ഫേസിലും ഇതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു 2 ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസാണ്. ഒന്ന് ടെമ്പറേച്ചറും ഒന്ന് പ്രഷറും, 2 ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസാണ്. ആ 2 ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് നമുക്ക് തന്നപ്പോൾ നമുക്ക് വാട്ടർ ഏത് സ്റ്റേറ്റിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. സോ അതിനെ നമ്മൾ എന്ത് പറയുക, സ്റ്റേറ്റ് പോസ്റ്റുലേറ്റ്സ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് തെർമോഡൈനാമിക് പ്രോസസ്സസ് ആൻഡ് തെർമോഡൈനാമിക് സൈക്കിൾസ് പഠിക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്.